നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലേക്ക് ഇനി നരേന്ദ്രമോദി കാലുവെക്കുന്നത് സൂക്ഷിച്ചു തന്നെയായിരിക്കും. അതിന് കാരണമാകുന്നത് നിരവധി സാഹചര്യങ്ങളാണ്. അതായത്, പണ്ട് പാണ്ഡവരും കൗരവരും തമ്മിൽ കടുത്ത ശത്രുതയിലേക്ക് നീങ്ങിയപ്പോൾ പാണ്ഡവർ കൗരവരെ ഒരു മണിമാളികയിലേക്ക് വിളിച്ച ഒരു സംഭവമുണ്ടായിരുന്നു. അന്ന് ദുര്യോധനൻ കൃത്യമായും അവിടെ വന്ന് ഈ മാളികയിൽ തപ്പി നോക്കുന്ന ഒരു സീനുണ്ട്. അവിടെ വന്ന് ആ സ്ഥലത്തെ തറയെല്ലാം പരിശോധിക്കുകയും ജലം എല്ലായിടത്തും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പലയിടത്തും ചവിട്ടുമ്പോൾ അവിടെ ജലമില്ല, എന്നാൽ അതില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നടന്നു ചെല്ലുന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ വഴുക്കലോടുകൂടി തെന്നിയടിച്ച് വീഴുന്ന ഒരു അവസ്ഥയും. ഇതാണിപ്പോൾ വാസ്തവത്തിൽ നരേന്ദ്രമോദിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. രാഹുൽ ഗാന്ധി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി പാർലമെന്റിനകത്തേക്ക് കയറുമ്പോൾ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി വലിയ രീതിയിൽ ചോദ്യശരങ്ങൾ കൊണ്ട് ഞെട്ടിക്കുന്നു. അടുപ്പിച്ച കണക്ക് ക്ലാസ് 2 തവണ ഒരു ദിവസം ടൈം ടേബിളിൽ വന്നാൽ എങ്ങനെയിരിക്കും? ബോറടി പ്രസംഗത്തിൽ വാപൊളിച്ചിരിക്കുകയായിരുന്നു BJPയുടെ നേതാക്കൾ പോലും എന്ന് പ്രിയങ്ക ഗാന്ധി പറയുമ്പോൾ അത് അർത്ഥസമ്മതത്തോടു കൂടി BJP ഏറ്റെടുക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ BJPയുടെ നട്ടലൊടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഭരണഘടനയോട് BJPക്ക് എക്കാലത്തും പുച്ഛമാണ് എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. BJPയുടെ ആധാരം BJP എല്ലാ രീതിയിലും അനുവർത്തിക്കുന്നത് മനുസ്മൃതിയാണ് എന്നും മനുസ്മൃതിയാണ് അവരുടെ സംഹിത എന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായി പാർലമെന്റിൽ പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും നരേന്ദ്രമോദിയുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം നരേന്ദ്രമോദിക്ക് എന്തെന്നില്ലാത്തൊരു വെപ്രാളമാണ്. ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ബിൽ, ആ സുപ്രധാന ബിൽ ക്യാബിനറ്റ് അംഗീകരിച്ചെങ്കിലും അത് ലോക്സഭ അംഗീകരിക്കില്ല എന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം. 3/2 ഭൂരിപക്ഷം കിട്ടാനേ പോകുന്നില്ല. രാജ്യസഭയിലെന്നല്ല, ലോക്സഭയിലെന്നല്ല, ഒരിടത്തും അത് കൊണ്ടുവന്ന് വെച്ചാൽ പാസ്സാക്കി കിട്ടില്ല എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. തൃണമൂൽ കോൺഗ്രസിനെയും മറ്റ് പ്രാദേശിക പാർട്ടികളെയും കൂട്ടുപിടിക്കാൻ നരേന്ദ്രമോദി വലിയ കളികൾ കളിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും വീഴത്തുമില്ല. മഹുവ മൊയ്ത്രയും കരിമൊഴിയും ഒക്കെ വനിതാ നേതാക്കളായി വലിയ തോതിൽ BJPയെ പ്രഹരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി കൊടുക്കുന്ന പുതിയ BJPയുടെ പുത്തൻ പരിഷ്കാരങ്ങളെ പൊളിച്ചെഴുതുകയാണ്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഡയലോഗ് ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്.